ഈ ഏരിയയിൽ എന്തെങ്കിലും ഡ്രഗ്സിന്റെ പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഉണ്ടെങ്കിൽ ആരും പുറത്ത് പറയില്ല കേട്ടോ. എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ നീല കത്തും. ആയിക്കോട്ടെ. എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? നീല കത്തിയിലോ? നമ്മളെ കൂട്ടത്തിൽ നമ്മൾ സംസാരിക്കണ വിഷയം ഇവിടെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂടി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഒന്ന് ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. വിവാഹങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടത് നമുക്കറിയാം. സ്റ്റാൻഡിലൊന്നുമില്ല. അല്ല, ചായ കുടിച്ചോണ്ട് കത്തില്ല. റോജാപ്പാക്ക്, അതുപോലെ മദ്യം, ഡ്രഗ്സ്, ഹാൻഡ്സ്, ഏതൊക്കെ ലഹരി ഉപയോഗങ്ങളാണെങ്കിലും ഇതിൽ കത്തും. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഡ്രഗ്സിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടാൻ തുടങ്ങി. ഇതിലൊരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു അവയർനെസ് ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഹായ് ഗൈസ്, ഫൈസ് ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ 2025 ആരംഭിച്ചിട്ട് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ ഫാക്ടർ ഡ്രഗ് യൂസ് തന്നെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു സംശയമില്ല. ഡ്രഗ്സിലിപ്പോൾ മദ്യത്തെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കില്ല. മദ്യം വളരെ വിഷം തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യ മനസ്സിന്റെ ആ ഒരു ഇത് മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഡ്രഗ്സ്. ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളുടെ മനസ്സിനും അതുപോലെ സ്വഭാവത്തിൽ ഒരുപാട് ചേഞ്ചസ് വരും. നമ്മളല്ലാതെ ജീവിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളുടെ സ്വഭാവം മാറി അയാളല്ല പിന്നീട് ജീവിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ ഫോളോവേഴ്സ്, നമ്മളെ വീഡിയോസ് കാണുന്ന ഓരോരുത്തരും അത് ഇല്ലാതെ നമുക്ക് ലൈഫിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയൊരു റിയാക്ഷൻ പോലെ ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ നമ്മളൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. നമ്മളെ പോലീസ് പുറത്ത് വിട്ടിട്ടുണ്ട് ഒരു നമ്പർ. അപ്പോൾ ആ ഒരു നമ്പർ നമ്മളെല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നവരായിട്ട് ശ്രദ്ധയിൽപ്പെട്ട നിങ്ങൾ അറിയിക്കാം. ഈ ഏരിയയിൽ എന്തെങ്കിലും ഡ്രഗ്സിന്റെ പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ആരെങ്കിലും കൂട്ടത്തിലോ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടോ? പേരെന്താ? ഷർഫു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ MDMA ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണോ? നമ്മൾ മഫ്തിയില് ഇപ്പൊ കുറച്ച് ഒരു ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാ ഇപ്പൊ ഒരുപാട് കൂടി വരുന്ന കൊലപാതകവും കാര്യങ്ങളൊക്കെ അറിയുന്നാലും ഡ്രഗ്സിന്റെ പരിപാടികൾ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും പുറത്ത് പറയില്ല കേട്ടോ. പുറത്ത് പറയുന്നോ ആരും അറിയുന്നോ അങ്ങനെ ഒരിതും വേണ്ട. കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ പുറത്ത് വിട്ടില്ലേ, ആ നമ്പർ വിളിച്ചാൽ മതി. അപ്പൊ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ ഒരാളുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്തു പോകില്ല. ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഗ്രീനാണ് കത്തിരിക്കണത്. നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീല കത്തും. ഒന്ന് ഒരിക്കേ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? നീല കത്തിയിലോ? റോജാപ്പാക്ക് അല്ലേ? അല്ലാതെ MDMA അങ്ങനത്തെ പരിപാടികളൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ നീല കത്തും. ആയിക്കോട്ടെ. സിഗരറ്റ് ഏത് ബ്രാൻഡ് ഉപയോഗിച്ച്? ലൈറ്റ്സ്. എല്ലാരും ഒന്ന് സഹകരിക്കണം, ഒന്ന് വരാമോ? അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ സംസാരിക്കണ വിഷയം ഇവിടെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂടി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഒന്ന് ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. മെസ്സേജ് പാസ് ചെയ്യണ്ടേ? നമ്മൾ പറയണത് നമ്മൾ മാത്രമല്ല, നമ്മൾ ഓരോ സെന്ററിലും സർക്കിളിലൊക്കെ പോയിട്ട് നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മാക്സിമം. അതന്നെ ചോദിച്ചു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടി വരുന്ന ഡ്രഗ്സിൻ്റെയും എല്ലാത്തിൻ്റെയും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിള്ളേരും കാര്യങ്ങളും. അതുപോലെ തന്നെ പിള്ളേരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, വലിയവരാണെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ പോലെ ആരെങ്കിലും ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ
അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടും കൂടിയിട്ട് നമുക്കിത് മനസ്സിലായില്ലേ, ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുകയാണ്. കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങളെ ആരാണ് തന്നത് എന്നുള്ളതൊന്നും നമ്മൾ പുറത്തു വിടില്ല. മനസ്സിലായ ഈ യൂസ് ചെയ്യുന്ന വിവാഹങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. സ്റ്റാൻഡിലൊന്നും ഇല്ല. അപ്പോൾ നമ്മളൊരു ഉപകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപകരണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പച്ച കത്തും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ? നോക്കല്ലോ. ഒന്ന് നോക്കിക്കേ. ആൽക്കഹോൾ ഉണ്ടാവട്ടെ, ഞാൻ സിഗരറ്റ് വെക്കാണോ? സിഗരറ്റ് ചായ കുടിച്ചാലും ചായ കുടിച്ചിട്ടായിരുന്നു. കത്തി. അപ്പൊ മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പോലെ പോലീസിന്റെ കയ്യിൽ ഒരുപാട് ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉണ്ട് അതാ പറഞ്ഞ് ഏത് ഇപ്പൊ ഡ്രഗ്സ് ഉപയോഗിച്ചാലും എന്തുപയോഗിച്ചാലും അത് മനസ്സിലാക്കാൻ പറ്റുന്ന പുതിയ ഉപകരണങ്ങളൊക്കെ നമ്മളെ പോലീസിന്റെ കയ്യിലുണ്ട്. ഇത് ചെറിയൊരു മിനി ഉപകരണം മാത്രമാണ്. ഇതിലെല്ലാം കത്തി. സിഗരറ്റ് വലിച്ചതോ ആൽക്കഹോൾ വലിച്ചതൊക്കെ ഇതിൽ കത്തി. അപ്പോൾ മനസ്സിലായില്ല, അത്രയും ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തേലും ഉപയോഗിച്ചിട്ടുണ്ടോ? ചായ കുടിച്ചോണ്ട് കത്തില്ല. റോജാപ്പാക്ക്, അതുപോലെ മദ്യം, ഡ്രഗ്സ്, ഹാൻഡ്സ്, ഏതൊക്കെ ലഹരി ഉപയോഗങ്ങളാണെങ്കിലും ഇതിൽ കത്തും. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ നോക്കണം. സംഭവം മനസ്സിലായില്ലേ? എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഹരി വിമുക്തമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങളുടെ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഏരിയയാണ്. അപ്പൊ നിങ്ങൾ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ കിട്ടും. പക്ഷെ പോലീസിന്റെ മാത്രം അതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളുടെ ഏരിയ നമ്മൾ വിമുക്താക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പോലീസിന്റെ ഒരു പുതിയ നമ്പറൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മള് അങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് ചെയ്യാൻ നിങ്ങള് രക്ഷിതാക്കൾ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും. ഓരോ വീടുകളിലും കുട്ടികളിലുണ്ടാവുന്ന മാറ്റങ്ങളും കുട്ടികളുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളും കേൾക്കുന്നുണ്ടോ? ഓരോ പേരൻസും നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരുടെ പെരുമാറ്റത്തിലും അവരുടെ രീതികളിലും വരുന്ന വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി അവരെ കൂടെ നിന്ന്, മനസ്സിലായില്ലേ, അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. ഒരു മാതാപിതാക്കൾ ഭയങ്കര ദേഷ്യക്കാരാണ്, അവരോട് തുറന്നു പറയാൻ പറ്റില്ല, എന്തെങ്കിലും പറഞ്ഞാൽ വഴക്ക് പറയുക എന്നുള്ള ഒരു ചിന്താഗതി പിള്ളേരുടെ മൈൻഡിൽ നിന്ന് മാറ്റിയെടുത്ത് അവരൊരു ഫ്രണ്ടായി നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു തലമുറ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ശരി എന്താണോ തെറ്റ് എന്താണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു വഴി കൊടുക്കേണ്ടത് നിങ്ങളെ വലിയ തലമുറ അല്ലേ? മനസ്സിലായില്ലേ? വലിയ തലമുറയാണ് പുതിയ തലമുറയെ വഴി കാട്ടേണ്ടത്. അപ്പോൾ അവർക്ക് നമ്മളിലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? അവരെ മനസ്സിലാക്കാനും. അതെ. നമസ്കാരം, എൻ്റെ പേര് ഫായിസ് എന്നാണ്. കൂടി വരുന്ന നമ്മളുടെ ഡ്രഗ്സിന്റെ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സമൂഹത്തിൽ ആ ഡ്രഗ്സ് കാരണം ഒരുപാട് കൊലപാതകങ്ങളും പീഡനങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളുടെ വില മനസ്സിലാവാതെ പലരും പരസ്പരം കൊന്നും കൊലവിളിച്ചും തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ ഒരു സമൂഹം. അപ്പം നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? അങ്ങനെ നമ്മൾ ഓരോരുത്തർ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ലേ?
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം നിങ്ങൾ കാണാൻ സാധിക്കുകയാണെങ്കിൽ അവരെ നല്ലതിന് വേണ്ടിയിട്ടും നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ടും ആരും അറിയാതെ നമ്മളെ പോലീസ് കൊടുത്തിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴെ കാണിക്കാം. ആ ഒരു നമ്പറിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പോകാതെ തന്നെ പോലീസ് അത് ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സേ നോ ടു ഡ്രഗ്സ് എന്നൊന്ന് പറഞ്ഞേ. സേ നോ ടു ഡ്രഗ്സ്. അപ്പോൾ താങ്ക് യു.